എല്ലാവർക്കും നമസ്കാരം. 2024-26 വർഷത്തെ DLEDൻ്റെ തിരുവനന്തപുരം ജില്ലയുടെ സെൽഫ് ഫിനാൻസിൻ്റെ സെലക്ഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്വാശ്രയ കോളേജുകളിലേക്കുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇൻ്റർവ്യൂ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കുറേ സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതായത് സെലക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നതും ഷുവർ ലിസ്റ്റ് എന്ന് പറയുന്നതും ഒന്നാണോ, അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും ഒന്നാണോ എന്ന്. ഷുവർ ലിസ്റ്റിനെ തന്നെയാണ് സെലക്ഷൻ ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് ലിസ്റ്റാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഓഗസ്റ്റ് 27, 29 തീയതികളിലാണ്. ഗവൺമെൻറ് HS ചാലയിൽ വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുക. ഇൻ്റർവ്യൂവിന് അലോട്ട് ചെയ്ത സമയത്ത് തന്നെ ഇൻ്റർവ്യൂവിന് ഹാജരാകണം. അല്ലാത്ത പക്ഷം ആ വിദ്യാർത്ഥിയെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ സമ്മതിക്കില്ല. ഇൻ്റർവ്യൂവിൽ ഹാജരായില്ലെങ്കിൽ ലിസ്റ്റിൽ തൊട്ടടുത്ത വിദ്യാർത്ഥിക്ക് പ്രവേശനം നൽകുകയാണ് ചെയ്യുക. ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളാണ് ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകേണ്ടത്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ അഭാവത്തിൽ മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിച്ച എല്ലാവർക്കും ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാം. അതായത് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവർക്കും ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ സാധിക്കുമെന്നാണ് DDE ഓഫീസിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ DDE ഓഫീസുമായി ബന്ധപ്പെടാം. ഹ്യൂമാനിറ്റീസിന് 27/8/2024 രാവിലെ 9 മണിക്കാണ് ഇൻ്റർവ്യൂ. കൊമേഴ്സിന് 27/8/2024 ഉച്ചയ്ക്ക് 2 മണിക്ക്. സയൻസിന് 29/8/2024 രാവിലെ 9 മണിക്ക്. ഇൻ്റർവ്യൂവിന് പങ്കെടുത്തില്ലെങ്കിൽ അവസരം നഷ്ടമാകും. അതുകൊണ്ട് എല്ലാവരും ഇൻ്റർവ്യൂവിന് കൃത്യസമയത്ത് തന്നെ ഹാജരാകുക. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളാണ് കയ്യിൽ കരുതേണ്ടത്. ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒരു കോപ്പി കൂടി കയ്യിൽ കരുതുക. അതുപോലെ തന്നെ SSLCയുടെ സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, TC സർട്ടിഫിക്കറ്റ്, ജനന തീയതി, ജാതി, മതം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഫോം 42 മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് അസിസ്റ്റൻ്റ് സർജൻ റാങ്കിൽ കുറയാത്തവരിൽ നിന്നും ലഭിച്ചതായിരിക്കണം. അതുപോലെ തന്നെ കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റാണിത്. 6 മാസത്തിനുള്ളിൽ ലഭിച്ച സ്വഭാവ സർട്ടിഫിക്കറ്റ് ആകണം ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകേണ്ടത്. മറ്റ് സംസ്ഥാനത്തിലാണ് +2 പാസ്സായത് അല്ലെങ്കിൽ +2 പഠിച്ചത് എങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ കരുതുക. OBC ആണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണം. അധിക യോഗ്യതയ്ക്കും പ്രത്യേക സീറ്റിനും വിജ്ഞാപന പ്രകാരം ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ കരുതണം. അതായത് ജവാന്റെ ആശ്രിതർ, എക്സ് സർവീസ്മാൻ്റെ ആശ്രിതർ, EWS, ഭിന്നശേഷി, അതുപോലെ NSS, NCC, സ്കൗട്ട്, ഈ സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ കരുതണം. എല്ലാത്തിൻ്റെയും ഒറിജിനലും അതുപോലെ തന്നെ ഒരു കോപ്പി കൂടി കയ്യിൽ കരുതുക. സെലക്ഷൻ ലിസ്റ്റിലെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെൻറ്റർ അനുവദിക്കുന്നത്. അതായത് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻ്റർവ്യൂ നടക്കുക. ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഏത് കോളേജാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുക. അപ്പോൾ ആദ്യ റാങ്കുകളിൽ ഉൾപ്പെട്ടവർക്ക് അവർ വിചാരിച്ച കോളേജ് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ലിസ്റ്റിൻ്റെ കുറച്ച് ലാസ്റ്റ് ഭാഗങ്ങളിലേക്കുള്ള കുട്ടികൾക്ക് അവർ കരുതിയ കോളേജിൽ തന്നെ സീറ്റ് ലഭിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 കോളേജിൻ്റെ ലിസ്റ്റ് നിങ്ങൾ കയ്യിൽ കരുതുക. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾ കരുതിയ 1ാമത്തെ കോളേജിൽ സീറ്റ് ബാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് 2ാമത്തെ കോളേജിൻ്റെ പേര് നിർദ്ദേശിക്കാനാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ കോളേജിൽ തന്നെ അഡ്മിഷൻ നൽകാൻ സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വേണം ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ. ഇൻ്റർവ്യൂ നടക്കുന്നത് ഗവൺമെൻറ് HS ചാലയിൽ വെച്ചാണ്. ഡേറ്റ് ഓഗസ്റ്റ് 27, 29. സെലക്ഷൻ ലിസ്റ്റ് ലഭിക്കുന്നതിനായി DDE TVM 2022.blogspot.com സന്ദർശിക്കുക. ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം.